നമ്മുടെ വിശ്വാസത്തിൽ ഏതെങ്കിലും രൂപത്തിലുള്ള കലർപ്പുകൾ വരുന്നതിന് നാം ഭയപ്പെടണം. അള്ളാഹുവിനോടല്ലാതെ ആരോടും നമുക്ക് പ്രാർത്ഥിച്ചുകൂടാ, സഹായം തേടിക്കൂടാ. നമ്മുടെ അന്നത്തെ വിശ്വാസത്തിനും ഇന്നത്തെ വിശ്വാസത്തിനും ഒരു വ്യത്യാസവുമില്ല. നമ്മളെപ്പോഴും പറയുന്ന വാചകം അതാണ്. കാരണം അത് ഖുർആന്റെ നസ്സാണ്, വിശുദ്ധ ഖുർആന്റെ നസ്സാണ്. ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. ആരോടും ദുആ ചെയ്തുകൂടാ, ചോദിച്ചുകൂടാ, പറഞ്ഞുകൂടാ. അത് നമുക്ക് പാടില്ലാത്തതാണ്. ആര് പറഞ്ഞാലും ഏത് വസ്തുവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാലും ശരി, നമുക്ക് പറ്റാത്ത. റസൂലുള്ളാഹിന്റെ ജീവിതമാണ് നമുക്കതിന് രേഖ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും അല്ലാഹു അല്ലാത്ത ആരോടും പ്രാർത്ഥിച്ചിട്ടില്ല, സഹായം ചോദിച്ചിട്ടില്ല, തേടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റില്ല. നമുക്ക് മാതൃകയാകേണ്ടത് റസൂലുള്ളാഹല്ലേ. അള്ളാന്റെ കൽപ്പന അങ്ങനെയാണ്. റസൂലുള്ളാഹിന്റെ ജീവിതം, സഹാബത്തിന്റെ ജീവിതം. ഏതെങ്കിലും ഒരു സഹാബി ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏതെങ്കിലും ഒരു ആളില്ലാത്ത പ്രദേശത്തോ സ്ഥലത്തോ മരുഭൂമിയിലോ വിജനമായോ സ്ഥലത്ത് വെച്ച് അല്ലാഹുവല്ലാത്ത ജിന്നുകളോടോ മലക്കുകളോടോ സഹായം ചോദിക്കാം എന്ന് നാം വിശ്വസിച്ചാൽ എന്താ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? അങ്ങനെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? രണ്ടും ഒന്ന് പരിശോധിച്ച് നോക്കൂ, ഇതിന്റെ വ്യത്യാസം. വിശ്വസിച്ചിട്ടില്ലെങ്കിലോ ഒന്നുമില്ല. ചോദിക്കാം എന്ന് പറയുന്നവർ പോലും, പറയുന്ന ആളുകൾ പോലും പറയുന്നത് എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ചോദിച്ചാൽ കുറ്റം കിട്ടും എന്നാ. പിന്നെന്തിനാ ചോദിക്കണത്? ചോദിച്ചാൽ കുറ്റം കിട്ടും. അത് തെറ്റാണ്. നമ്മൾ പറയുന്നു ചോദിച്ചാൽ കുറ്റം കിട്ടുക എന്ന് മാത്രമല്ല, തെറ്റാന്ന് മാത്രമല്ല, അത് ശിർക്കാണ്. എന്താ കാരണം? അല്ലാഹു പഠിപ്പിച്ച ഖുർആനിൽ അങ്ങനെയാണ്. വല്ലദീന തദ്ഉന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും. ഹും എന്ന് പറഞ്ഞ ആരാ? അവർ. നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ അവർ കേൾക്കൂല. ആരാ അവർ? ആരും. ആ ആയത്തിന്റെ തഫ്സീർ മുഴുവൻ പരിശോധിച്ചു നോക്കൂ. അല്ലാഹു അല്ലാത്ത ആരും കേൾക്കൂല. നീ കേട്ടാലോ? കേട്ടാലെന്താ? നമ്മൾ പഠിച്ചതല്ലേ. കേട്ടു എന്ന് വിചാരിക്കുക, അള്ളാന്റെ പ്രയോഗമാണ്. വലൗ സമിഉ മസ്തജാബു ലക്കും. ഞാൻ അടുത്ത വാചക അടുപ്പം. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. ഖിയാമത്ത് നാളിൽ അവർ ആ ഷിർക്കിനെ നിഷേധിക്കും. ആ പണി എന്താണ്? ഷിർക്കാണ്. നമ്മൾ പോകാൻ പാടില്ല. ഷിർക്കിന്റെ 7 അയലത്ത് കൂടെ നമുക്ക് പോകാൻ പാടില്ല. എന്നിട്ടല്ലേ അതിലേക്ക് പോകല് പറ്റൂല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കൃത്യമായി ഖുർആനിൽ നസ്സിന് എതിരാണ്. അല്ല, അത് ഹാളിറായ ജിന്നാണ്, ഗായിബായ ജിന്നല്ല. നിങ്ങൾക്ക് മനസ്സിലായി ഈ പറഞ്ഞ എന്താ? ഹാളിറായ ജിന്ന്, ഗായിബായ ജിന്ന് എവിടുന്നാ കിട്ടിയേ? ഹദീസിലുണ്ടോ അങ്ങനെ ഒരു ജിന്നിനെ കുറിച്ചുള്ള വാർത്ത? ഏത് മൻഹജായത്? ഏത് സലഫിയത്താ? ഹാളിറായ ജിന്നും ഗായിബായ ജിന്നും അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഒരു ജിന്നില്ല. ജിന്ന് ഒന്നേ ഉള്ളൂ. ആ ജിന്നിന് മുസ്ലിം ജിന്നുണ്ട്, കാഫിർ ജിന്നുണ്ട്. ബാക്കിയൊക്കെ ഒന്നാ, ഒരു വ്യത്യാസമില്ല. ഹാളിറും ഗായിബും ജിന്നിന്റെ കൂട്ടത്തില്ല. ഉണ്ടെങ്കിൽ അല്ലാഹു റസൂൽ പഠിപ്പിച്ചു തരണ്ടേ? എപ്പോഴെങ്കിലും കുടുങ്ങിയൊരു നേരത്ത് മരുഭൂമിയിൽ നമ്മളെക്കാൾ കുടുങ്ങിയ ആളാണ് ആര്? റസൂൽ അല്ലേ? നമ്മൾ കുടുങ്ങിയതിനേക്കാൾ മരുഭൂമിയിലായിരുന്നല്ലോ അവരുടെ ജീവിതം മുഴുവൻ. ആളില്ലാത്ത സ്ഥലത്ത് ഏറ്റവും കുടുങ്ങിയ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ജിന്നിനോടോ മലക്കിനോടോ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച്, ഇവിടെ ഉണ്ടല്ലോ ജിന്ന്, ഇവിടെ ഉണ്ടല്ലോ മലക്ക്, ഉണ്ടാവും. പക്ഷെ ആരാ നമുക്ക് പഠിപ്പിച്ചു തന്നത് അങ്ങനെ പ്രാർത്ഥിക്കാൻ? നമ്മൾ ചോദിച്ചില്ലേ ഇത്ര കാലം ഈ മനുഷ്യന്മാരോട്, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ ഖുർആനിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചു ചോദിച്ച ചോദ്യം എന്താ? എന്നാൽ പ്രവാചകന്മാരാരെങ്കിലും അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അള്ളാഹു അല്ലാത്ത ആരോടെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇനി സഹോദരന്മാരെ, നമ്മുടെ മനസ്സിന്റെ സംതൃപ്തിക്ക് വേണ്ടി നമ്മളെ മനസ്സിനോടൊരു ചോദ്യം ചോദിച്ചു നോക്ക്. അള്ളാഹുവിന്റെ റസൂല് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധി വന്നപ്പോ ഏതെങ്കിലും ഒരു മലക്കോ ജിന്നോ റസൂലിന്റെ കൂടെ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ, ചോദിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് ചോദിച്ചുകൂടാ. കാരണം നമ്മളോട് ചോദിക്കാൻ പറഞ്ഞത് ആരോടാ? അള്ളാഹുവിനോടാണ്. വദഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. എന്താ മുഖ്ലിസീന എന്ന് പറഞ്ഞ? മാത്രം അള്ളാഹിനോട് മാത്രം ചോദിച്ചോന്നാ. വേറെ ആരോടും പ്രാർത്ഥിച്ചുകൂടാ, ചോദിച്ചുകൂടാ. ഉണ്ട് എന്നുള്ള വിചാരത്തോടു കൂടിയായാലും ഇല്ല എന്ന വിചാരത്തോടു കൂടിയായാലും പറ്റില്ല. അത് പാടില്ലാത്തതാണ്. കാരണം സഹോദരന്മാരെ, ഇവർക്കൊന്നും അതിന് കഴിവ് അള്ളാഹു കൊടുത്തിട്ടില്ല. നമുക്കില്ലാത്ത കഴിവ് ജിന്നിനുണ്ടാകാം, പക്ഷെ ഈ കഴിവ് അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല?
കൊടുത്തിട്ടില്ല. എനിക്ക് നിങ്ങളോട് സഹായം ചോദിക്കാം, കാരണം അള്ളാഹ് നിങ്ങൾക്ക് കഴിവുന്നുണ്ട്, നിങ്ങൾക്ക് ജീവനും ശക്തിയൊക്കെ ഉള്ള സമയത്തോളം. അല്ലാത്തത് അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല, റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ല. ജിന്നിന് ഇങ്ങനെ ഒരു ഇൻസിനെ ഈ രൂപത്തിൽ സഹായിക്കാനുള്ള കഴിവുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടില്ല. ഏതെങ്കിലും രൂപത്തിൽ ഈ സാധനങ്ങൾ നമ്മെ നശിപ്പിക്കുമെന്നോ, നമ്മെ തകർക്കുമെന്നോ, നമുക്ക് രോഗം വരുത്തുമെന്നോ, നമുക്ക് പ്രയാസമുണ്ടാക്കുമെന്നോ, അതൊക്കെ ഉണ്ടാകാം. അള്ളാഹു ഉണ്ടാക്കിയ സംവിധാനമാണ്. പക്ഷെ നമ്മൾ ഭയപ്പെടേണ്ടത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവിനോടാ ചോദിക്കേണ്ടത്. ശൈത്താനിൽ നിന്ന് ശരണം തേടേണ്ടത് ആരോടാ? അള്ളാഹുവിനോടാ, ശൈത്താനോടല്ല, അല്ലെങ്കിൽ വേറെ ജിന്നിനോടല്ല, മുസ്ലിം ജിന്നിനോടല്ല. എന്ത് കാഫർ ജിന്നിൽ നിന്ന് ശരണം തേടേണ്ടത് അള്ളാഹിനോടാ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. റസൂലുള്ളാഹി അങ്ങനെയാണ് പ്രാർത്ഥിച്ചതും ശരണം തേടി സഹായം തേടി പഠിപ്പിച്ചു തന്നിട്ടുള്ളതും. അതാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസത്തിന് ഒരു പോറലും പറ്റിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ യഥാർത്ഥത്തിൽ എല്ലാ ആളുകളും കൂടി അറ്റാക്ക് ചെയ്യാം എല്ലാ ഭാഗത്തും. നിങ്ങൾ കേൾക്കുന്നുണ്ടാവുമല്ലോ സംഭവം. എല്ലാവരും കൊത്തിവലിക്കുക. ആരെ കൊത്തിവലിക്കണത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആരെ കൊത്തിവലിക്കണത്? ഇവരെ ആരും കൊത്തണില്ലല്ലോ. അള്ളാഹു അല്ലാത്ത ഈ ജിന്നിനോടോ ഈ മലക്കിനോടോ സഹായം തേടാം എന്ന് പറയുന്ന ആളുകൾ ആരും കൈവെക്കണില്ല. എന്തുകൊണ്ടാണ് കൈവെക്കാത്തത്? വളരെ കൃത്യമാണ്, സത്യം അതല്ല എന്നതുകൊണ്ടാണ്. പിന്നെന്താ വെച്ചാ ഈ ഒരു കൊത്തിവലിക്കലിനെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ഈ കൊത്തിവലിക്കൽ ഇല്ലെങ്കിലാണ് നമ്മൾ എന്താക്കേണ്ടത്? പേടിക്കേണ്ടത്. നമ്മൾ സത്യത്തിന്റെ മാർഗത്തിലാണ് എന്ന് നമുക്ക് ഉറപ്പ് കിട്ടുന്നത് ഈ കൊത്തിവലിക്കൽ രൂക്ഷമാകുമ്പോൾ മാത്രമാണ്. കാരണം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഈ പ്രവർത്തനത്തിന് എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ഭീഷണികളും പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അറിയേണ്ട അവസ്ഥ. ഇനിയിപ്പം ഇതൊക്കെ പരിശോധിക്കുന്നതിന് മുമ്പ് ആദ്യം പരിശോധിക്കേണ്ടത് ഇതിന് തെളിവായി ഉദ്ധരിക്കുന്ന ഈ വാറോലയാണ്. അതാണ് വലിയ അത്ഭുതം. ഇത് ദുർബലമാണ്, ലഈഫാണ്, സ്വീകരിച്ചുകൂടാ, സ്വീകരിക്കാൻ പറ്റുന്നതാണ്. മുസ്ലിം ലോകത്ത് ഒരു പണ്ഡിതനും സ്വീകരിക്കാത്തതാണ്. അതല്ല ഇതിന്റെ രസം. ഒരു പണ്ഡിതൻ സ്വീകരിച്ചതായി ഒരു രേഖ ആരും സ്വീകരിക്കാത്ത ഒരു വാറോലയാണ് എന്ത് ഇതിന് കൊണ്ടുവന്നിട്ടുള്ളത്. അതാണ് അതിൽ അത്ഭുതം. ചർച്ച ചെയ്യാൻ പോലും പാടില്ല. ഞാനിത് സംസാരിക്കാൻ വിചാരിച്ചതല്ല. നിങ്ങൾക്കറിയാലോ എന്റെ രീതി ഇതല്ല. പക്ഷേ വല്ലാതെ തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുന്നു എന്നതുകൊണ്ട് പറഞ്ഞു പോയത് മാത്രമാണ്. ചർച്ച ചെയ്യാൻ പോലും പാടില്ലാത്ത, മുസ്ലിമീങ്ങൾക്ക് പൊതുജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യാൻ പോലും പാടില്ലാത്ത അത്രയും ഗ്രേഡ് കുറഞ്ഞ സാധനമാണെന്ത് ഈ പറഞ്ഞുകൊണ്ടിരിക്കണ പിശാച് കൊണ്ടുവന്ന നമ്മെ നശിപ്പിക്കാനും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈമാന്റെ പേരിലുള്ള നമ്മുടെ ഈ കെട്ടുറപ്പും ഭദ്രതയും സ്നേഹവും ഐക്യവും തകർക്കാനും പിശാച് കൊണ്ടുവന്നതായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ധാരണയും വിചാരം. അതല്ലെങ്കിൽ ദഅവത്തിനെ ഭയപ്പെടുന്ന ഒരു സമൂഹം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ എന്താ നിന്നത്? വേറെന്ത്? ആർക്കും നഷ്ടമുണ്ടോ? ആർക്കും നഷ്ടമല്ല. ആർക്കും നഷ്ടം. നിന്നതെന്താ? ദഅവത്താണ്. അത് നിന്നു. ആ പണിയില്ലപ്പം, നടത്താൻ കഴിയില്ല. കാരണം ഒരു സ്വസ്ഥത വേണ്ട, ഈമാൻ വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ അമ്നുണ്ടാണ്ടേ. അപ്പൊ സഹോദരന്മാരെ ഒക്കെ അങ്ങോട്ട് തിരിക്കുക ആ അമ്നിലേക്ക്. വിഷയം എന്താന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു സമൂഹത്തിൽ നിന്ന് തെറ്റിപ്പോകാനും ഭിന്നിച്ചു പോകാനും കാരണമായി നാം ഉണ്ടാക്കിയിട്ടുള്ള ഈ ജൽപ്പനങ്ങൾ മുഴുവൻ നമ്മുടെ വിശ്വാസത്തിന്റെ ദുർബലതയുടെ ഭാഗമാണ് മാത്രമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹി നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.